ഹലോ വെൽക്കം ടു മൈ ചാനൽ. കൂടെ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ എല്ലായിടത്തും നല്ല മഴയും കാര്യങ്ങളൊക്കെയാണല്ലേ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ കണ്ടോ, ഇത് നമ്മുടെ അട്ടപ്പാടിയിലുള്ള സഹിയോൻ ധ്യാന കേന്ദ്രമാണ് കേട്ടോ. ഈ അടുത്ത വെക്കേഷനിൽ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇവിടേക്ക് ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, നല്ല പ്രകൃതിരമണീയമായ കാഴ്ചകളൊക്കെ ആയിട്ട് ഒപ്പിയെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഷാജാൻ എന്താ വീഡിയോ എടുത്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് നമ്മൾ സഹിയൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നടന്ന് കണ്ടത് കേട്ടോ. അപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റിയത്. എന്നാൽ പിന്നെ അതിന് വീഡിയോ എടുക്കാമെന്ന് കരുതിയത് എടുത്തതാണ് കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് ഒരു 600-ൽ പരം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ധ്യാനത്തിനായിട്ട്. എന്തായാലും ധ്യാനം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് അട്ടപ്പാടിയിലേക്ക് ധ്യാനത്തിന് വരുന്നത് കേട്ടോ. ആദ്യമായിട്ട് അട്ടപ്പാടിയിലേക്ക് ധ്യാനത്തിനൊക്കെ പോകുന്നവർക്ക് ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അതേപോലെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എങ്ങനെ അട്ടപ്പാടിയിലേക്ക് പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തൃശ്ശൂരാണല്ലോ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് ബസ് കയറി പാലക്കാട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് മണ്ണാർക്കാട് ബസ് കയറി മണ്ണാർക്കാട്ടേക്ക് ഇറങ്ങി. ഇനി അവിടെ നിന്ന് നമ്മൾ അട്ടപ്പാടിയിലേക്ക് ബസ് കയറണം. അപ്പോൾ അട്ടപ്പാടിയിലേക്ക് ബസ് കയറി കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് ഈ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് ശരിക്കും അവിടെ എത്തേണ്ടത്. ഞങ്ങൾക്കൊരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മണ്ണാർക്കാട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അട്ടപ്പാടിയിലേക്കുള്ള ബസ് കയറണം. എന്നാൽ മണ്ണാർക്കാട് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ രാത്രി 7:30 ആയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ബസ് അട്ടപ്പാടിക്കുള്ള ലാസ്റ്റ് ബസ് 7 മണിക്കായിരുന്നു. അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഇനി ബസ് അവിടെ ഇല്ല, 7 മണി വരെയുള്ള ബസ് എന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾക്ക് അവിടെ ചുറ്റിത്തിരിയേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അത് അറിയാത്തവർ ഒരുപാട് പേരുണ്ടായിരിക്കും ഞങ്ങളെപ്പോലെ തന്നെ. അപ്പോൾ അവർക്കും കൂടിയും ഇതൊരു ഹെൽപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇതുപോലെ അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ ആദ്യമായിട്ട് പോകുമ്പോൾ നമ്മൾ ഇത്തിരി നേരത്തെ ഇറങ്ങുന്നതും വളരെ നല്ലതാണ്. അതും ഞങ്ങളുടെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അന്ന് സൺഡേ ഒരു എന്താ പറയുക 4 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സത്യം പറയുക ഉച്ചയ്ക്ക് മുന്നേ നിന്ന് ഇറങ്ങേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വൈകിട്ട് എത്തുന്നതിനേക്കാൾ മുമ്പ്, അതായത് ഒരു 6 മണിക്ക് മുന്നൊക്കെ അവിടെ എത്തായിരുന്നു. അപ്പോൾ അതും ഞങ്ങളുടെ പേരിലുള്ളത് ഒരു തെറ്റ് തന്നെയായിരുന്നു. അപ്പോൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ ധ്യാനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളും പറമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടി വീഡിയോ ഒന്ന് കണ്ടു വന്നാലോ. അപ്പോൾ കാണാം.